കേരളത്തെ ഞെട്ടിച്ച് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ ഉടമകൾ അനധികൃതമായി സ്വരൂപിച്ചത് 2300 കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കുറഞ്ഞത് 1630 കോടി രൂപയുടെ തട്ടിപ്പെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഒളിവിൽ കഴിയുന്ന സ്ഥാപന ഉടമ KD പ്രതാപനും ഭാര്യ ശ്രീനയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. ലാഭവിഹിതവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് ഹൈറിച്ച് ഉടമ KT പ്രതാപൻ വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചത്. ഈ പണം വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇയാളുടെ കണിമംഗലത്തെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. റെയ്ഡിന് മുൻപ് തന്നെ KT പ്രതാപനും ഭാര്യ ശ്രീനയും സ്ഥലത്ത് നിന്ന് മുങ്ങി. ലഭ്യമായ രേഖകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി 2300 കോടിയിലധികം വരുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന് പുറത്തുനിന്ന് ഹൈറിച്ചിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 3000 പേരിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയിൽ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി കമ്പനി ഉടമകൾ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത ബിറ്റ്കോയിൻ ഇടപാടുകൾ വഴി നടത്തിയ തട്ടിപ്പും 15 സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള 69 അക്കൗണ്ടുകളുടെ വിവരങ്ങളും ED പരിശോധിച്ചു വരികയാണ്. ED റെയ്ഡ് സാധാരണ നടപടി മാത്രമെന്നാണ് നിക്ഷേപകർക്ക് ഹൈറിച്ച് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. 24 തൃശൂർ.